ഒരു കാലഘട്ടത്തിൽ റെലവെന്റ് ആയിട്ടുള്ള ജോബുകൾ ഏതൊക്കെയാണ്? ആ ജോബുകൾ ലഭിക്കണമെങ്കിൽ നമ്മൾ ഏതെല്ലാം കോഴ്സുകൾ എടുക്കണം? സർട്ടിഫിക്കറ്റും കോഴ്സും എടുത്തത് കൊണ്ട് മാത്രം നമ്മൾക്ക് ജോബ് കിട്ടുമോ? നമ്മൾ എന്ത് ചെയ്യണം? കാലത്തിനനുസൃതമായിട്ടുള്ള ജോബ് സെർച്ചിങ് നടത്തണം, റെസ്യൂമുകൾ മേക്ക് ചെയ്യണം, AI ടൂളുകൾ അറിയണം. ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഏത് കോഴ്സ് എടുക്കുമ്പോഴും കിട്ടിയാലോ? ഇന്ന് നമ്മൾ അതിനെ കുറിച്ചിട്ടാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. നമ്മുടെ നാട്ടിലെ കുറേ ആളുകൾക്കുള്ള കൺഫ്യൂഷനാണ് ഏതൊക്കെ ജോബുകൾക്കാണ് ഇനി മാർക്കറ്റ് ഉണ്ടാവുക എന്നുള്ളത്. അതാണ് ഒന്നാമത്തെ കൺഫ്യൂഷൻ. രണ്ടാമത്തത്, ഈ ഒരു ജോബുകൾ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് കോഴ്സുകൾ തിരഞ്ഞെടുക്കണം? ഇങ്ങനെ അനേക കൺഫ്യൂഷൻസ് കുറേ ആളുകൾക്ക് ഉണ്ടാകും. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി ദർ ആർ മെനി കോഴ്സസ് ആൻഡ് പീപ്പിൾ ഹാവ് എ നോ ഐഡിയ അബൌട്ട് ദീസ് കോഴ്സസ്. ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ സ്റ്റുഡൻസോ അല്ലെങ്കിൽ നിലവിൽ ജോബ് ചെയ്യുന്ന ആളോ ആണ്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴും സ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോബ് ഏത് വേണം, നിങ്ങളുടെ കരിയർ ഏത് വേണം എന്നതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു ടൂളാണ് കരിയർ ഡ്രീമർ എന്നുള്ള ഒരു ടൂള്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും കരിയർ ഡ്രീമർ. ഇത് ഗൂഗിളാണ് റീസെൻ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മളുടെ ഇഷ്ടങ്ങൾ, അഭിരുചികൾ, എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ ഇതൊക്കെ കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കരിയർ ഡ്രീമർ നമ്മൾക്ക് പോകാൻ പറ്റുന്ന ഡെസ്റ്റിനേഷൻസ് അല്ലെങ്കിൽ കരിയർ ചോയ്സുകൾ കൃത്യമായിട്ട് കാണിച്ചു തരും. അതുമാത്രമല്ല, ആ ഒരു കരിയർ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു ഡേ, എങ്ങനെയായിരിക്കും നിങ്ങളുടെ ലൈഫ് സ്റ്റൈല്, എങ്ങനെയായിരിക്കും നിങ്ങളുടെ ജോബിൻ്റെ സ്വഭാവം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഇൻ കേസ് ഇഫ് യു ഹാവ് എ ഡൗട്ട് അബൌട്ട് യുവർ കരിയർ, നിങ്ങൾ ഈ ഒരു കരിയർ ഡ്രീമർ ഒരു തവണ ഉപയോഗിക്കുക. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇനി നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് പോകാം. ഏതൊക്കെയാണ് റെലവെൻ്റ് ആയിട്ടുള്ള കോഴ്സുകൾ എന്നുള്ളത് ഗൂഗിൾ തന്നെ ഇതിനും ഒരു പരിഹാരം നൽകുന്നുണ്ട്. ഗൂഗിളിൽ നിങ്ങൾ സിമ്പിളായിട്ട് ബ്രൗസറിൽ ഗൂഗിൾ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് കോഴ്സേറയുടെ ഒരു വെബ്സൈറ്റ് ലിങ്ക് കാണും, അത് ചൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ആദ്യം ചൂസ് ചെയ്യേണ്ടത് നേരെ ഗൂഗിളിൻ്റെ തന്നെ താഴെ ഒരു കരിയർ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഒരു വെബ്സൈറ്റ് കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസിലേക്കാണ് പോവുക. ഈ ഒരു കോഴ്സുകൾ ഗൂഗിള് റെലവെൻ്റ് ആയിട്ട്, അതായത് ഇനി പോകുന്ന കാലഘട്ടത്തിൽ റെലവെൻ്റ് ആയിട്ടുള്ള ജോബുകളും ആ ജോബുകൾ നമ്മൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ നൽകുന്ന രീതിയിലാണ് ഈ ഒരു ഗൂഗിൾ കരിയർ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ആ കരിയേഴ്സ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്നാമതായിട്ട് പറയുന്നത് AI പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് നിങ്ങൾക്ക് AIനെ നല്ല അഡ്വാൻസ് ലെവലിൽ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് AI പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, നിങ്ങൾക്ക് ഏതൊരു കോഴ്സും ഇതിൽ ഏതൊക്കെയാണ് കോഴ്സ്, എന്തൊക്കെയാണ് അതിൽ പഠിക്കുക, എന്തൊക്കെയാണ് ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളത് നിങ്ങൾ ആ കോഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആ ഒരു കോഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അത് കോഴ്സേറയിലേക്കാണ് പോവുക. കോഴ്സേറയിൽ പോയി കഴിഞ്ഞാൽ എത്ര കോഴ്സുകളുണ്ട്, അതായത് ഗൂഗിൾ AI പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഞാൻ 7 കോഴ്സുകൾ കംപ്ലീറ്റ് ആക്കണം. ഇത് ഏത് ലെവലിലുള്ള ആളുകൾക്കാണ് പറ്റുക എന്നുള്ളതുണ്ട്. എത്ര മണിക്കൂർ വേണം ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടത് എന്നുള്ളതും ഇവിടെ നിങ്ങൾക്ക് കാണിക്കും. പിന്നെ നമ്മൾക്ക് എബൌട്ട് എന്നുള്ള ഈ ഒരു സെക്ഷനിൽ വന്നാൽ എന്താണ് ആ ഒരു കോഴ്സിൽ പഠിക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ കാണാൻ സാധിക്കും. പിന്നെ ആ ഒരു കോഴ്സ് പഠിച്ചതിന് ശേഷം നമ്മൾ ഏത് ലെവലിലേക്ക് എത്തും, നമ്മൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താ എന്നുള്ളതും ഔട്ട്കം എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കും. പിന്നെ അതിൽ ആ ഒരു സർട്ടിഫൈഡ് കോഴ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കോഴ്സസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ AI ഫണ്ടമെന്റൽസ് പഠിക്കും. അതിൻ്റെ തന്നെ കോഴ്സ് ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ അവിടെ AI ഫണ്ടമെന്റലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത്. AI ഫോർ ബ്രെയിൻ സ്റ്റോമിംഗ് ആൻഡ് പ്ലാനിങ് എന്നുള്ള അടുത്തൊരു കോഴ്സ് ഉണ്ട്. ഇതൊക്കെ ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ അണ്ടറിലായിട്ട് 7 കോഴ്സുകളുണ്ട്. ആ 7 കോഴ്സും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലാണ് നമ്മൾ ഗൂഗിളിൻ്റെ AI പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് നമ്മൾക്ക് കിട്ടുക. ഇതിൽ ഇവിടെ ചെറിയൊരു കാര്യം പറയാറുള്ളത്, കുറേ ആളുകൾ ഇതിൽ കോഴ്സേറയിൽ സംഭവിക്കുന്നതാണ്, ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ചെറിയൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പം അതാണ് ഫുള്ള് സർട്ടിഫിക്കറ്റ് എന്ന് കരുതിയിട്ട് കോഴ്സ് കംപ്ലീറ്റ് ആകാത്ത കുറേ ആളുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്നാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ AI പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ആണ്. ഞാൻ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് ഗുഡ് വൺ. അതായത് ഇത്തരം പ്ലാറ്റ്ഫോമുകളുടെ വേറൊരു പ്രത്യേകത, അപ്പം ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കോഴ്സ് കാണിച്ചു തരാം. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇ കൊമേഴ്സ് എന്നുള്ളതാണ് അടുത്തതായിട്ട് ഇതിലുള്ളത്.
ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാനിത് ഇവിടെ എടുത്ത് പറയാനുള്ളത്, നമ്മുടെ നാട്ടിൻ പുറത്ത് ഈ ഒരു കോഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 70,000 മുതൽ 80,000 90,000 വരെയൊക്കെ കോഴ്സ് ഫീ ഉണ്ട് ഓഫ്ലൈനായിട്ട് നമ്മൾ അവിടെ പോവുകയാണെങ്കിൽ. ഓൺലൈൻ ആണെങ്കിൽ 60,000 50,000 വരെ കോഴ്സ് ഫീ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾ കോഴ്സ് എടുക്കുകയാണെങ്കിൽ ഗൂഗിൾ കോഴ്സെറയുടെ ഒരു പ്രത്യേകത, അവർക്ക് 6 മാസത്തെ കോഴ്സിന് നിങ്ങൾ കോഴ്സ് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ 6,000 മുതൽ 8,000 വരെയൊക്കെയാണ് നമുക്ക് കോഴ്സ് ഫീ വരുന്നത്. അതായത് 6,000 മുതൽ 7,000 അല്ലെങ്കിൽ 8,000 ഒക്കെയാണ് ഓരോ കോഴ്സിനും നമുക്ക് ചാർജ് വരുന്നത്. അങ്ങനെ നമ്മുടെ നാട്ടിലെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് എ ഗുഡ് പ്രൈസ്. അതായത് നമുക്ക് ചെറിയ ഒരു പൈസക്ക് നല്ല കോഴ്സാണ് കിട്ടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഇപ്പോൾ AI പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഞാൻ ഇതിൽ നിന്ന് ചെയ്തിട്ടുണ്ട്, പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്, നിലവിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു കോഴ്സാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾക്ക് ക്ലാസ് എടുത്ത് തരുന്നത് ഇപ്പോൾ ഗൂഗിളിൽ വർക്ക് ചെയ്യുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ടീമാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ അനുഭവങ്ങൾ, അതൊക്കെ നമ്മൾക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഒന്നുകൂടി നമുക്ക് നല്ല രീതിയിലുള്ള എക്സ്പോഷർ കിട്ടും. പിന്നെ കോഴ്സിൻ്റെ പ്രത്യേകത, നമ്മൾ ഓരോ സെക്ഷൻ കഴിയുമ്പോഴും നമുക്ക് എക്സാമുകളുണ്ട്. ആ ടെസ്റ്റുകൾ പാസ്സായാൽ മാത്രമേ ഉള്ളൂ നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത് ഇതിലുള്ളത് ജോബ് സെർച്ച് വിത്ത് AI എന്നുള്ളതാണ്. അതായത് നമുക്ക് ജോബ് സെർച്ച് ചെയ്യുന്നത് AI വെച്ചിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാം. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇപ്പം നിങ്ങൾ ഇതിലുള്ള ബാക്കി ഏത് കോഴ്സ് എൻറോൾ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ആക്സിലറേറ്റ് യുവർ ജോബ് സെർച്ച് വിത്ത് AI എന്നുള്ള ഈ ഒരു കോഴ്സ് കൂടി ഇൻ്റഗ്രേറ്റ് ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് AI എസെൻഷ്യലിൻ്റെ കോഴ്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പം നിങ്ങൾ മറ്റേത് കോഴ്സ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഗൂഗിൾ AI എസെൻഷ്യലും ആക്സിലറേറ്റ് യുവർ ജോബ് സെർച്ച് വിത്ത് AI ഈ 2 കോഴ്സും നിങ്ങൾക്ക് കിട്ടും. അപ്പം നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള AI മനസ്സിലാക്കാൻ സാധിക്കും. ജോബ് സെർച്ച് ചെയ്യുമ്പോൾ എങ്ങനെ AI ഇൻ്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ളതും നിങ്ങൾക്ക് ഏത് കോഴ്സ് എൻറോൾ ചെയ്യുമ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് AI പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ആണ്. രണ്ടാമത്തെ കോഴ്സ് സൈബർ സെക്യൂരിറ്റിയാണ്. അപ്പോൾ സൈബർ സെക്യൂരിറ്റി താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഒരു കോഴ്സ് എൻറോൾ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഈ ഒരു സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണം, നിങ്ങൾ സിമ്പിളായിട്ട് യൂട്യൂബിൽ പോയിട്ട് യൂട്യൂബ് ഓപ്പൺ ചെയ്ത ശേഷം ഗൂഗിൾ AI പ്രൊഫഷണൽ ഗൂഗിൾ സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ബൈ ഗൂഗിൾ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സ് ചെയ്ത ആളുകളുടെ വീഡിയോസ്, അതിനെക്കുറിച്ചിട്ടുള്ള റിവ്യൂസ്, അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇഫ് യു ഫീൽ ഗുഡ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് എൻറോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, എൻറോൾ ഫോർ ഫ്രീ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കോഴ്സ് സെക്ഷനിലേക്ക് പോകും. ഓക്കെ, ഇവിടെ നമ്മൾ എൻറോൾ ചെയ്യണം. അത് ഓരോ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ചിട്ടാണ് നമ്മളുടെ ഫീ വരുന്നത്. അപ്പം നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും പറ്റുന്നത് ആ ഒരു പേയ്മെൻറ്റ് മെത്തേഡ് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റും. അതേപോലെ തന്നെ കോഴ്സെറയിൽ ഫീ എയ്ഡ് ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഫിനാൻഷ്യലി അത്രത്തോളം ക്യാപ്പബിൾ അല്ലെങ്കിൽ നമ്മൾക്ക് കോഴ്സെറയുടെ ഫിനാൻഷ്യൽ എയ്ഡ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സെക്ഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഗൂഗിൾ AI സൈബർ സെക്യൂരിറ്റിൻ്റെ ഈ ഒരു കോഴ്സ് എത്ര സമയം എടുക്കും, 6 മാസം വരെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ എടുക്കും. അതേപോലെ തന്നെ എത്രയാണ് നിങ്ങൾക്ക് സാലറി കിട്ടുക, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്താണ് ഈ ആളുകൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് പറയുന്നത്, അതും നിങ്ങൾക്ക് താഴെ വന്നാൽ കാണാൻ സാധിക്കും. ഇനി അതേപോലെ മൂന്നാമത്തെ ഒരു കോഴ്സാണ് ഡാറ്റ അനലിറ്റിക്സ്. അതായത് ഡാറ്റകൾ അനലിറ്റിക്സ് ചെയ്യുക, അത് കൃത്യമായിട്ട് അനാലിസിസ് ചെയ്യുക, അങ്ങനത്തെ താല്പര്യമുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഈ ഡാറ്റ അനലിറ്റിക്സിൻ്റെ കോഴ്സ്. ഇത് ഞാൻ ഈ ഒരു കോഴ്സൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിൻ്റെ കാരണം, നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ റെലവൻ്റ് അല്ലാത്ത ഒരുപാട് കോഴ്സുകൾ എൻറോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള അത്യാവശ്യം നല്ല എക്സ്പേർട്ടുകളാണ് നമുക്ക് ഈ ഒരു കോഴ്സുകളൊക്കെ എടുത്തു തരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മാക്സിമം ഈ ഒരു വീഡിയോ മറ്റ് ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്യണം. പിന്നെ കുറേ ആളുകൾ എടുക്കുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് കൊമേഴ്സ് എന്നുള്ള ഈ ഒരു കോഴ്സ്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഇതിൻ്റെ ഏതൊക്കെയാണ് ഇതിൽ പഠിക്കുക, എന്തിനെക്കുറിച്ചൊക്കെയാണ് പഠിക്കുക എന്നുള്ളത് ആ ഒരു ബട്ടണിൽ അതിൽ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോർ ഡീറ്റെയിൽസ് ഇവിടെ കോഴ്സെറയിൽ വന്ന് കാണാം. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമുക്ക് പഠിക്കുക, ഫൗണ്ടേഷൻ പഠിക്കാം, കസ്റ്റമർ അട്രാക്ഷൻസ്, പേഴ്സോണ, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ്, അങ്ങനെ അനേകം കാര്യങ്ങൾ നമുക്ക് ഇവിടെ പഠിക്കാൻ സാധിക്കും. ഞാൻ ഇതാണ് പറഞ്ഞത്, ആക്സിലറേറ്റ് യുവർ ജോബ് സെർച്ച് വിത്ത് AI. അതായത് ആ ഒരു കോഴ്സും ഇവിടെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെയും മറ്റൊരു പ്രത്യേകത.
ഓക്കെ, ഇനി അതേപോലെ തന്നെ IT സപ്പോർട്ട്, IT റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷനിലേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാം, IT സപ്പോർട്ട്. അതേപോലെ തന്നെ പ്രൊജക്ട് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ MBA ഒക്കെ ഒരു ചെറിയ രീതിയിലുള്ള രൂപം. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കൂടുതലായിട്ടും ഹയർ ചെയ്യുന്നത് പ്രൊജക്ട് മാനേജ്മെൻറ്റ് അറിയുന്ന ആളുകളെയാണ്. അപ്പോൾ ഇതിനൊക്കെ റെലവൻ്റ് ആയതുകൊണ്ടാണ് ഗൂഗിൾ ഇത്തരത്തിലുള്ള കോഴ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് ആയിട്ടുള്ളതാണ് UX ഡിസൈൻ. അപ്പോൾ ഇത്രയും 1 2 3 4 5 6 7 കോഴ്സുകളാണ് ഈ ഒരു കാലഘട്ടത്തിൽ റെലവൻ്റ് ആയിട്ടുള്ള 7 കോഴ്സുകൾ പവേർഡ് ബൈ ഗൂഗിളാണ്. ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഗൂഗിളാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത കമ്പാരിറ്റീവ്ലി ഫീ കുറവാണ്. ഏറ്റവും ടോപ്പ് ലെവലിലുള്ള എക്സ്പേർട്ടുകളാണ് ക്ലാസ് എടുക്കുന്നത്. പിന്നെ നമ്മളുടെ കൺവീനിയൻ്റ് ആയ ടൈമിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ്സുകൾ കാണാൻ പറ്റും എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള AI ജോബ് സെർച്ചിങ് ഓപ്ഷൻ കൂടി നമുക്ക് ഇൻറ്റഗ്രേറ്റഡ് ആയി കിട്ടുന്നു എന്നുള്ളതൊക്കെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ നമ്മൾ അഡ്വാൻറ്റേജ് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ നെഗറ്റീവ് സൈഡും കൂടി പറയണമല്ലോ. അതായത് ഇത്തരത്തിലുള്ള കോഴ്സുകൾ എൻറോൾ ചെയ്യുന്ന മിക്ക ആളുകളും നേരിടുന്ന പ്രശ്നം കൺസിസ്റ്റൻ്റ് ആയിട്ട് കോഴ്സ് വാച്ച് ചെയ്യില്ല. എൻറോൾ ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യും, 1 മാസമൊക്കെ കാണും, അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ കാണും, അല്ലെങ്കിൽ 1 ഡേ ഒക്കെ കാണും. പിന്നെ കൺസിസ്റ്റൻ്റ് ഉണ്ടാവില്ല. നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഒരു എൻവയോൺമെൻറ്റിൽ എത്തുമ്പോൾ നമ്മൾ ഒന്നുകിൽ ടീച്ചേഴ്സിൻ്റെ പുഷ് കാരണോ അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ പുഷ് കാരണോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും നിർബന്ധവശാൽ നമ്മൾ പഠിക്കും. അപ്പം നിങ്ങൾ സെൽഫ് ഡിസിപ്ലിൻഡ് അല്ലാത്ത ഒരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സേറയുടെ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ കോഴ്സുകൾ തിരഞ്ഞെടുക്കരുത്. കാരണം നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ നെഗറ്റീവ്. രണ്ടാമതുള്ള ചെറിയൊരു നെഗറ്റീവ്, ഇത് അമേരിക്കൻ ഇംഗ്ലീഷിലായിരിക്കും ഇതിൻ്റെ ക്ലാസ്സുകൾ കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ ഇംഗ്ലീഷ് അത്രത്തോളം വശമില്ലാത്തവരും ഈ ഒരു കോഴ്സ് എൻറോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് നെഗറ്റീവ്, നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവണമെന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു എക്സാമ്പിൾ UX ഡിസൈനിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്ക് ചിലപ്പോൾ ഭാഷ അത്രത്തോളം ഒരു ഡിഫിക്കൽട്ട് ആവില്ല, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുക. കാരണം ഓരോ കോഴ്സിലും ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിൻ്റെ ഫർദർ റീഡിങ്ങിൻ്റെ ഒക്കെ ഓപ്ഷൻസ് നമുക്ക് നിലവിലുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഗൂഗിളിൻ്റെ ഈ ഒരു കോഴ്സുകൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ പറയാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.